നമസ്കാരം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഈ മാസം 6-ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയാണ്. ഇതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു തരാം. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ മേഡീസ്. A revenue record is not a document of title and does not confer any ownership or title upon the person whose name appears in it. Further, mutation does not create or extinguish title and has absolutely no presumptive value regarding title. ആദ്യം പറഞ്ഞത് റവന്യൂ റെക്കോർഡുകൾ ഉടമസ്ഥത രേഖകളല്ല. റവന്യൂ റെക്കോർഡുകളിൽ ഒരാളുടെ പേരുണ്ട് എന്നതുകൊണ്ട് അത് ഉടമസ്ഥതയോ ടൈറ്റിലോ ഉറപ്പുവരുത്തുന്നില്ല. രണ്ടാമത് പറഞ്ഞത് പോക്കുവരവ് ചെയ്തതുകൊണ്ട് മാത്രം ഒരു പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥത അല്ലെങ്കിൽ ടൈറ്റിൽ പുതിയതായി ജനിക്കുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നില്ല. പോക്കുവരവ് ഉടമസ്ഥത സംബന്ധിച്ച പരിപൂർണമായ തെളിവല്ല. റവന്യൂ റെക്കോർഡുകൾ ഉടമസ്ഥത രേഖകളല്ല എന്നാദ്യം പറഞ്ഞത് സുപ്രീം കോടതിയുടെ തന്നെ 4 പ്രീസിഡന്റുകളെ കോട്ട് ചെയ്തുകൊണ്ടാണ്. 1. സൂരജ് ബാൻ വേഴ്സസ് ഫിനാൻഷ്യൽ കമ്മീഷണർ. 2. ജിതേന്ദ്ര സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. 3. ഗുരുനാഥ് മനോഹർ വേഴ്സസ് നാഗേഷ് സിദ്ദപ്പ. 4. സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് വേഴ്സസ് സ്റ്റാർബോൺ മിൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് കമ്പനി. ഇത് 2007 മുതൽ സുപ്രീം കോടതി അടിവരയിട്ട് പറയുന്നതാണ്. റവന്യൂ റെക്കോർഡുകൾ ഉടമസ്ഥത രേഖകളല്ല എന്ന്. റവന്യൂ റെക്കോർഡുകളിൽ ഒരാളുടെ പേരുണ്ട് എന്നതുകൊണ്ട് അത് ഉടമസ്ഥതയോ ടൈറ്റിലോ ഉറപ്പുവരുത്തുന്നില്ല. രണ്ടാമത് പറഞ്ഞത് പോക്കുവരവ് ചെയ്തതുകൊണ്ട് മാത്രം ഒരു പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥത അല്ലെങ്കിൽ ടൈറ്റിൽ പുതിയതായി ജനിക്കുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നില്ല എന്നാണ്. ഇത് ആദ്യമായി സുപ്രീം കോടതി പറഞ്ഞത് സവർണി വേഴ്സസ് ഇന്ദർ കൗർ എന്ന കേസിലാണ് 1996-ൽ. പിന്നീട് ബൽവന്ത് സിംഗ് കേസിൽ 1997-ലും ഭീമംബായി കേസിൽ 2019-ലുമൊക്കെ സുപ്രീം കോടതി ഇത് ആവർത്തിച്ചിട്ടുണ്ട്. Entries in revenue records or Jamabandi serve only a fiscal purpose. Their primary function is to enable the person whose name is mutated in the records to pay the land revenue in question. രണ്ടാമത് പറഞ്ഞത് പോക്കുവരവ് ചെയ്തതുകൊണ്ട് മാത്രം ഒരു പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥത അല്ലെങ്കിൽ ടൈറ്റിൽ പുതിയതായി ജനിക്കുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നില്ല. പോക്കുവരവ് ഉടമസ്ഥത സംബന്ധിച്ച പരിപൂർണമായ തെളിവല്ല. വീണ്ടും സുപ്രീം കോടതി അക്കമിട്ട് പറയുകയാണ്, റവന്യൂ റെക്കോർഡുകളിലെ എൻട്രി നികുതി പിരിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഇതിനെ ജമാബന്ദി എന്നാണ് പറയുന്നത്. ഓരോ സാമ്പത്തിക വർഷവും സർക്കാരിന് കിട്ടേണ്ട നികുതി കണക്ക് കൂട്ടി മുതൽ വെച്ച് പിരിച്ചെടുക്കുന്ന അക്കൗണ്ടിനെയാണ് ജമാബന്ദി എന്ന് പറയുന്നത്. ജമാബന്ദിയുടെ ഭാഗമാണ് തണ്ടപ്പേർ അക്കൗണ്ട്. ഈ അക്കൗണ്ടിലാണ് ഓരോ നികുതിദായകന്റെയും പേരുവിവരം രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് നികുതി പിരിക്കാനുള്ള സൗകര്യത്തിന് മാത്രമാണ്, അല്ലാതെ പ്രോപ്പർട്ടി ഉടമയുടെ ഉടമസ്ഥത തെളിയിക്കുക എന്ന ലക്ഷ്യത്തിലല്ല. വില്ലേജ് ഓഫീസറായിരിക്കും ഈ രേഖകളുടെ കസ്റ്റോഡിയൻ. വില്ലേജ് ഓഫീസർക്ക് തണ്ടപ്പേർ അക്കൗണ്ടിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ അധികാരമുണ്ട്. ഭൂനികുതി ഒടുക്കി എന്നതുകൊണ്ടോ കെട്ടിട നികുതി ഒടുക്കി എന്നതുകൊണ്ടോ മറ്റേതെങ്കിലും നികുതികളോ ഫൈനുകളോ ഒടുക്കി എന്നതുകൊണ്ടോ ഒരാൾക്ക് പ്രോപ്പർട്ടിയിലുള്ള ഉടമസ്ഥത സ്ഥാപിക്കാനാകില്ല എന്ന് 2013-ലെ സ്റ്റാർബോൺ മിൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞു. 2007-ൽ ഗുരുനാഥ് മനോഹർ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, റവന്യൂ റെക്കോർഡുകളിൽ പേര് ചേർത്തിരിക്കുന്നതിൽ നിന്നും പ്രോപ്പർട്ടിയുടെ പൊസഷൻ സംബന്ധിച്ച ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയും എന്ന്. എന്നാൽ അത് തുടർച്ചയായി വളരെ വർഷം ഉണ്ടായിരിക്കണം. നമ്മൾ കേട്ടിട്ടില്ലേ, 12 വർഷം കഴിഞ്ഞ ഭൂമിയിൽ ഓണർ അല്ലാത്ത ഒരാൾക്ക് അവകാശം കൈവരും എന്നൊക്കെ. അതിന് 12 വർഷം തുടർച്ചയായി ഭൂനികുതി ഒടുക്കി വരണം. ഇടവിട്ട വർഷങ്ങളിൽ ഒടുക്കിയാൽ പോരാ, തുടർച്ചയായി ഒടുക്കണം. ഇത് 1973-ൽ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീമേശ്വര സ്വാമി ടെമ്പിൾ കേസിലാണ് ഇത് പറഞ്ഞത്. അഡ്വേഴ്സ് പൊസഷനിലൂടെ കൈവശം വയ്ക്കുന്ന ഒരാളിൽ നിന്നും പ്രോപ്പർട്ടി ടാക്സ് ഈടാക്കാം എന്നാണ് നിയമം പറയുന്നത്. അങ്ങനെ ഈടാക്കി 12 വർഷം കഴിഞ്ഞാൽ ആ കൈവശാവകാശം സിവിൽ കോടതി വഴി ഡിക്ലെയർ ചെയ്തു വാങ്ങാം. എന്നാൽ അതിനു മുൻപായി യഥാർത്ഥ ഓണർ തർക്കം ഫയൽ ചെയ്താൽ സംഗതി പൊളിയും. ഒരു വക്കീൽ നോട്ടീസ് രജിസ്റ്റേർഡായി അയച്ചാൽ മതിയാകും. പൊസഷനിലുള്ളവർക്ക് നികുതി അടച്ചു നൽകാം എന്നാണ് പറഞ്ഞത്. അത് വെച്ച് അവർക്ക് ബാങ്ക് ലോണൊക്കെ എടുക്കാം. ബാങ്ക് ലോൺ തരാൻ തയ്യാറായാൽ മാത്രം. അങ്ങനെ ലോൺ എടുത്തു എന്നതും ഉടമസ്ഥത സംബന്ധിച്ച പരിപൂർണമായ തെളിവാകുന്നില്ല. ഒരു പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ഉടമ അറിയാതെ മറ്റൊരാൾ
പ്രോപ്പർട്ടി കൈവശപ്പെടുത്തുകയും അങ്ങനെ കൈവശപ്പെടുത്തിയാൽ യഥാർത്ഥ ഓണറുടെ ഉടമസ്ഥത നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു എന്നതൊന്നും സർക്കാരിനെതിരായി ഒരു പരാതി ഫയൽ ചെയ്യാൻ തക്ക കാരണമല്ല എന്നാണ് സുപ്രീം കോടതി 1997 ബലേശ്വർ തിവാരി കേസിലും അതേ വർഷം തന്നെ സന്തൂറാം കേസിലും പറഞ്ഞത്. ഇപ്രകാരം ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധമായി തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ വന്നാൽ നമ്മൾ സാധാരണയായി ചെയ്യുന്നത് റവന്യൂ റെക്കോർഡുകളിൽ മാറ്റം വരുത്തിയ നടപടികൾക്കെതിരായി ഒരു പരാതിയുമായി പോകുകയാണ് ചെയ്യുന്നത്. വളരെ വർഷങ്ങൾ ഈ പരാതിയുമായി ഓഫീസുകൾ കയറിയിറങ്ങും. ചിലപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരായും പരാതി ഫയൽ ചെയ്യും. നേരത്തെ പറഞ്ഞ സുപ്രീം കോടതി വിധികളുടെ വെളിച്ചത്തിലാണ് സർക്കാർ ഓഫീസുകൾ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥത തീർച്ചപ്പെടുത്താനോ തർക്കത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനോ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. അത് സിവിൽ കോടതി പരിശോധിച്ച് തീർച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് മാത്രമേ റവന്യൂ റെക്കോർഡുകളിൽ മാറ്റം വരുത്തി കിട്ടൂ. ഉദ്യോഗസ്ഥർക്കെതിരായി പരാതി കൊടുത്താലും അതൊന്നും നിയമപരമായി യാതൊരു പരിഹാരവും ആകുന്നില്ല. ഉദ്യോഗസ്ഥർ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി അവർ സ്വീകരിച്ച നടപടികളെ സാധൂകരിക്കും. പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥത നിർണ്ണയിക്കുന്നതിന് ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ റിട്ടുമായി പോകാമോ എന്ന് ചോദിച്ചാൽ പോകാൻ കഴിയില്ല എന്നാണ് ഉത്തരം. അതും ഈ വിധിന്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ കേസിൽ ഫോറസ്റ്റ് ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനായി റിട്ട് ജൂറിസ്ഡിക്ഷൻ പ്രകാരം നേരിട്ട് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കുകയായിരുന്നു. റവന്യൂ റെക്കോർഡിൽ വനഭൂമി വ്യക്തികളുടെ പേരിൽ ചേർത്തിരിക്കുന്നു എന്നതായിരുന്നു പ്രധാന വാദമായി ഉന്നയിച്ചത്. എന്നാൽ പ്രോപ്പർട്ടിയുടെ ഡിസ്പ്യൂട്ട് അതിന് അധികാരമുള്ള സിവിൽ കോടതിയിലാണ് തീർച്ചപ്പെടുത്തേണ്ടതെന്ന തീരുമാനത്തിലാണ് സുപ്രീം കോടതി എത്തിച്ചേർന്നത്. 1957 സോഹൻലാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലെ അതേ ടേംസ് തന്നെയാണ് ഇവിടെയും പ്രാവർത്തികമാകുന്നത്. ഇപ്രകാരം കേസ് തള്ളിക്കളഞ്ഞുകൊണ്ട് 2026 മെയ് 6 കേസ് തീർപ്പാക്കി. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കൈവശമോ ഉടമസ്ഥതയോ നഷ്ടമാകാനിടയായാൽ അപ്രോപ്രിയേറ്റ് ഫോറം വഴി ഉടമസ്ഥതയും കൈവശവും തിരികെ പിടിക്കുകയാണ് വേണ്ടത്. ഉദ്യോഗസ്ഥർക്കെതിരായും സർക്കാരിനെതിരായും പരാതിയുമായി പോയാൽ പരിഹാരമൊന്നും കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് പ്രോപ്പർട്ടിയുടെ ടാക്സ് അടച്ച രേഖ ആ പ്രോപ്പർട്ടിയുടെ പരിപൂർണമായ ഉടമസ്ഥതാ രേഖയായി കാണാനാകില്ല എന്ന നിയമസ്ഥിതിയാണ്. ടാക്സേഷൻ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമാണ് ഇത്. ഇനി മറ്റൊരു വിഷയവുമായി കാണാം. ബൈ. ദിസ് ഈസ് ലീഗൽ ലോ മേഡീസ്.